മന്ത്രി പറഞ്ഞു നിങ്ങൾ 53,000 കോടിയുടെ കാര്യത്തിൽ നിലപാട് പറഞ്ഞില്ല. സാർ, ഞങ്ങൾക്ക് നിലപാടില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് കുറച്ച് 57,000 കോടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി ഉള്ള മറുപടികൾ നിങ്ങൾ നൽകണം. ഇന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. സാർ, സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് റവന്യൂവിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു 20% വളർച്ച കേരളം കൈവരിച്ചു. നിങ്ങൾ എല്ലാവരും കൈയടിച്ചു. അപ്പൊ അതൊന്ന് വൈകുന്നേരം സാർ, എന്നിട്ട് ബജറ്റിൽ തന്നെ പറയുന്നു. അതിന്റെ എന്താ പറയുന്നത്? അതിന്റെ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ റെസിപ്റ്റ്സിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് റവന്യൂ 2022-23 71,968 കോടിയും അത് 23-24 ആവുമ്പോഴത്തേക്കും 77,038 കോടിയും. സാർ, എവിടെ അതിന് 20% വളർച്ച? ഈ സഭയിലിരിക്കുന്ന മുഴുവൻ അംഗങ്ങൾ, ഈ സഭയുടെ പ്രൊസീഡിംഗ്സ് കേൾക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ, ഈ എക്കണോമിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾ, അവരെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം എന്തിനാണ് കേരളത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ഈ സഭയിൽ വന്ന് പറയുന്നത്? അപ്പൊ ഞങ്ങളെ കേന്ദ്ര വിരുദ്ധക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പറയുന്ന കണക്കുകളും